കണ്ടനാളങ്ങളിൽ ഒരിക്കലും പുണരാതെ ഇൻക്വിലാബിന്റെ ഈരടികൾ മുഴക്കി വലതുപക്ഷവാദ മുക്തത്തിനെതിരെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ സ്വന്തം ജീവിതത്തെ നവംബർ 25 കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. തൃത്താലക്കൊപ്പത്ത് നിന്നും ആരംഭിച്ച യുവജന റാലി കൊപ്പം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം TK ഹംസ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക രംഗത്ത് ഉദാരവൽക്കരണം, പ്രമാണിമാരുടെ സാമ്പത്തിക മേധാവിത്വം ഇത് പുനഃസ്ഥാപിക്കാനൊരു ശ്രമമുണ്ടായി. അന്ന് കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. പുനഃസ്ഥാപിക്കാൻ എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? ഇത് ഇല്ലായ്മ ചെയ്യണമെന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന സ്ഥാപിക്കാനുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം കൊടുത്ത അന്നത്തെ സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിനകത്ത് 2-3 കാര്യങ്ങളാണ് ലക്ഷ്യമായി വന്നത്. ആദ്യത്തെ ലക്ഷ്യം സ്വാതന്ത്ര്യം കിട്ടണം, ജനങ്ങളുടെ ഭരണം വേണം, ജനാധിപത്യം. രണ്ടാമത്തെ ലക്ഷ്യം ഈ രാജ്യത്തുള്ള ജനങ്ങൾ ഒരുപാട് മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഒരു പ്രത്യേക മതത്തിൻ്റെ ഭരണം രാജ്യത്ത് വന്നാൽ മറ്റുള്ളവൻ അടിമപ്പെടും, സങ്കടപ്പെടും. അതുകൊണ്ട് ഒരു മതേതര രാജ്യമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത്. ഈ ആശയങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ അതിനകത്ത് ആശയ സംഘടനകൾ വർദ്ധിച്ചു വന്നു. ബ്ലോക്ക് പ്രസിഡന്റ് J. അർജുൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, സംഘാടക സമിതി ചെയർമാൻ K. മോഹൻദാസ്, DYFI ബ്ലോക്ക് സെക്രട്ടറി MN സുദീപ്, ട്രഷറർ P. ഗിരീഷ്, വിനീത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.